ഓം ശാന്തി. 27/12/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ ദുഃഖത്തിൻ്റെ ദിനങ്ങൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ അപ്രാപ്തമായ ഒരു വസ്തു പോലും ഇല്ലാത്ത ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ചോദ്യം: ഏത് 2 വാക്കുകളുടെ രഹസ്യം നിങ്ങളുടെ ബുദ്ധിയിൽ ഉള്ളത് കാരണം പഴയ ലോകത്തോട് പരിധിയില്ലാത്ത വൈരാഗ്യം ഉണ്ടായിരിക്കുന്നു? ഉത്തരം: ഇറങ്ങുന്ന കലയുടെയും കയറുന്ന കലയുടെയും രഹസ്യം നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. നിങ്ങൾക്കറിയാം, പകുതി കൽപ്പം നമ്മൾ ഇറങ്ങി വന്നു. ഇപ്പോൾ കയറുവാനുള്ള സമയമാണ്. ബാബ വന്നിരിക്കുകയാണ് നരനിൽ നിന്നും നാരായണൻ ആക്കുവാനുള്ള സത്യമായ നോളജ് നൽകുവാൻ. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ കലിയുഗം പൂർത്തിയായി കഴിഞ്ഞു. പുതിയ ലോകത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ ഇതിനോട് പരിധിയില്ലാത്ത വൈരാഗ്യമാണ്. ഗീതം. ക്ഷമയോടെ ഇരിക്കൂ മനുഷ്യ. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ഗീതം കേട്ടു. ആത്മീയ അച്ഛനിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഇത് ഒരേ ഒരു പുരുഷോത്തമ സംഗമയുഗമാണ്. ഇതിൽ കൽപ്പകൽപ്പങ്ങളിൽ ബാബ വന്ന് ആത്മീയ കുട്ടികളെ പഠിപ്പിക്കുന്നു, രാജയോഗം പഠിപ്പിക്കുന്നു. ബാബ ആത്മീയ കുട്ടികളോട് പറയുന്നു, മനുഷ്യ, അതായത് ആത്മാവേ, അല്ലയോ ആത്മാവേ, ക്ഷമയോടെ ഇരിക്കൂ. ആത്മാക്കളോടാണ് സംസാരിക്കുന്നത്. ഈ ശരീരത്തിൻ്റെ അധികാരി ആത്മാവാണ്. ആത്മാവാണ് പറയുന്നത്, ഞാൻ അവിനാശി ആത്മാവാണ്. എൻ്റെ ഈ ശരീരം വിനാശിയാണ്. ആത്മീയ പിതാവ് പറയുന്നു, ഞാൻ ഒരേ ഒരു തവണ കൽപ്പത്തിൻ്റെ സംഗമത്തിൽ വന്ന് നിങ്ങൾ കുട്ടികളെ സാന്ത്വനിപ്പിക്കുന്നു. ഇപ്പോൾ സുഖത്തിൻ്റെ ദിവസം വരികയാണ്. ഇപ്പോൾ നിങ്ങൾ ദുഃഖതാപമാകുന്ന രൗരവ നരകത്തിലാണ്. നിങ്ങൾ മാത്രമല്ല, മുഴുവൻ ലോകവും രൗരവ നരകത്തിലാണ്. എൻ്റെ കുട്ടികളായ നിങ്ങൾ രൗരവ നരകത്തിൽ നിന്നും മാറി സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സത്യയുഗം, ത്രേത, ദ്വാപരം കടന്നുപോയി. കലിയുഗവും നിങ്ങളെ സംബന്ധിച്ച് കടന്നുപോയി കഴിഞ്ഞു. നിങ്ങളെ സംബന്ധിച്ച് ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ഇതിൽ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാകുന്നു. ആത്മാവ് എപ്പോഴാണോ സദോ പ്രധാനമായി മാറുന്നത്, അപ്പോൾ പിന്നെ ഈ ശരീരവും ഉപേക്ഷിക്കും. സദോ പ്രധാന ആത്മാവിന് സത്യയുഗത്തിൽ പുതിയ ശരീരം ആവശ്യമാണ്. അവിടെ സർവ്വതും പുതിയതായിരിക്കും. ബാബ പറയുന്നു, കുട്ടികളെ, ഇപ്പോൾ ദുഃഖധാമത്തിൽ നിന്നും സുഖധാമത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിനുവേണ്ടി പുരുഷാർത്ഥം ചെയ്യണം. സുഖധാമത്തിൽ ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യം ഉണ്ടായിരുന്നു. നിങ്ങൾ നരനിൽ നിന്നും നാരായണനാകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് സത്യനരനിൽ നിന്നും നാരായണനാകുന്നതിൻ്റെ നോളജാണ്. ഭക്തിമാർഗത്തിൽ ഓരോ പൗർണമിക്കും കഥ കേട്ടുവന്നു. എന്നാൽ അത് ഭക്തിമാർഗം തന്നെയാണ്. അതിനെ സത്യമാർഗം എന്ന് പറയില്ല. ജ്ഞാനമാർഗമാണ് സത്യമാർഗം. നിങ്ങൾ പടികൾ ഇറങ്ങി ഇറങ്ങി അസത്യഖണ്ഡത്തിലേക്ക് വരുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, സത്യമായ ബാബയിൽ നിന്നും നമ്മൾ ഈ നോളജ് നേടി 21 ജന്മം ദേവി ദേവതമാരാകും. നമ്മൾ ആയിരുന്നു. പിന്നെ പടികൾ ഇറങ്ങി വന്നു. ഇറങ്ങുന്ന കലയുടെയും കയറുന്ന കലയുടെയും രഹസ്യം നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. വിളിക്കുന്നുമുണ്ട്, ഹേ ബാബ, വന്ന് നമ്മളെ പാവനമാക്കി മാറ്റൂ. ഒരു ബാബ തന്നെയാണ് പാവനമാക്കി മാറ്റുന്നവൻ. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ സത്യയുഗത്തിൽ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. വളരെ ധനികരായിരുന്നു. വളരെയധികം സുഖമുള്ളവരായിരുന്നു. ഇപ്പോൾ ബാക്കി
കുറച്ചു സമയമേ ഉള്ളൂ. പഴയ ലോകത്തിന്റെ വിനാശം മുന്നിൽ നിൽക്കുകയാണ്. പുതിയ ലോകത്തിൽ ഒരു രാജ്യം, ഒരു ഭാഷയായിരുന്നു. അതിനെ പറയുന്നത് അദ്വൈത രാജ്യം എന്നാണ്. ഇപ്പോൾ എത്ര ദ്വൈതമാണ്! അനേകം ഭാഷകളുണ്ട്. ഏതുപോലെ മനുഷ്യരുടെ വൃക്ഷം വളരുന്നു, അതനുസരിച്ച് ഭാഷകളുടെ വൃക്ഷവും അഭിവൃദ്ധി നേടിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും ഒരു ഭാഷ ഉണ്ടാകും. വേൾഡിന്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും റിപ്പീറ്റ് ആകുന്നു എന്ന മഹിമയുണ്ടല്ലോ, മനുഷ്യരുടെ ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. ബാബ തന്നെയാണ് ദുഃഖത്തിന്റെ പഴയ ലോകത്തെ മാറ്റി സുഖത്തിന്റെ പുതിയ ലോകം സ്ഥാപിക്കുന്നത്. പ്രജാപിത ബ്രഹ്മാവിലൂടെ ഡീറ്റീസത്തിന്റെ സ്ഥാപന എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് രാജയോഗത്തിന്റെ പഠനമാണ്. ഗീതയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഈ ജ്ഞാനം ബാബ സന്മുഖത്ത് കേൾപ്പിച്ചു. അത് പിന്നെ മനുഷ്യൻ ഭക്തിമാർഗത്തിന് വേണ്ടി ഇരുന്നെഴുതി. അതിലൂടെ നിങ്ങൾ ഇറങ്ങി വന്നു. ഇപ്പോൾ ഭഗവാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു മുകളിലേക്ക് കയറുന്നതിന് വേണ്ടി. ഭക്തിയെ പറയുന്നത് തന്നെ ഇറങ്ങുന്ന കലയുടെ മാർഗം എന്നാണ്. ജ്ഞാനമാണ് കയറുന്ന കലയുടെ മാർഗം. ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൽ നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ. ഇങ്ങനെയുള്ളവരുമുണ്ട്. അവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കാരണം വിരോധം കാണിക്കും, തർക്കിക്കും. എന്നാൽ നിങ്ങൾ ആരോടും ശാസ്ത്രങ്ങളുടെ സംവാദം നടത്തരുത്. പറയൂ, ശാസ്ത്രം, വേദം, ഉപനിഷത്ത് അഥവാ ഗംഗാ സ്നാനം നടത്തുന്നത്, തീർത്ഥാടനവും മറ്റും നടത്തുന്നത്, ഇതെല്ലാം ഭക്തികാന്ഡമാണ്. ഭാരതത്തിൽ രാവണനും തീർച്ചയായും ഉണ്ട്. രാവണന്റെ കോലം കത്തിക്കുന്നു. സാധാരണ ശത്രുക്കളുടെ കോലമാണ് കത്തിക്കുന്നത് അല്പകാലത്തേക്ക് വേണ്ടി. ഈ ഒരു രാവണന്റെ തന്നെ കോലം ഓരോ വർഷവും കത്തിച്ചു വരുന്നു. ബാബ പറയുന്നു, നിങ്ങൾ ഗോൾഡൻ ഏജ്ഡ് ബുദ്ധിയിൽ നിന്നും അയൺ ഏജ്ഡ് ബുദ്ധി ആയിപ്പോയി. നിങ്ങൾ എത്ര സുഖമുള്ളവരായിരുന്നു. ബാബ വരുന്നത് തന്നെ സുഖധാമം സ്ഥാപിക്കുവാനാണ്. പിന്നീട് എപ്പോഴാണോ ഭക്തിമാർഗം ആരംഭിക്കുന്നത് അപ്പോൾ ദുഃഖിതരാകുന്നു. പിന്നെ സുഖദാതാവിനെ ഓർമ്മിക്കുന്നു. അതും നാമം മാത്രമാണ്. കാരണം ആ ഒന്നിനെ അറിയുന്നില്ല. ഗീതയിൽ പേര് മാറ്റിയിരിക്കുന്നു. ആദ്യമാദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ ഒന്നാണ്. ഓർമ്മിക്കേണ്ടത് ആ ഒന്നിനെയാണ്. ഒന്നിനെ ഓർമ്മിക്കുക. അതിനെ തന്നെയാണ് അവ്യഭിചാരി ഓർമ്മ, അവ്യഭിചാരി ജ്ഞാനം എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ബ്രാഹ്മണനായിരിക്കുന്നു. അപ്പോൾ ഭക്തി ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ജ്ഞാനമുണ്ട്. ബാബ പഠിപ്പിക്കുന്നു. അതിലൂടെ നമ്മൾ ഈ ദേവതയായി മാറുന്നു. ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. അതിനാൽ ബാബ പറയുന്നു, തൻ്റെ ചാർട്ട് വയ്ക്കൂ. അപ്പോൾ അറിയാൻ കഴിയും നമ്മളിൽ ഏതെങ്കിലും ആസുരീയ ഗുണം ഇല്ലല്ലോ എന്ന്. ദേഹാഭിമാനമാണ് ആദ്യത്തെ അവഗുണം. പിന്നെ ശത്രുവാണ് കാമം. കാമത്തെ ജയിക്കുന്നതിലൂടെ തന്നെയാണ് നിങ്ങൾ ജഗത് ജീതാകുന്നത്. നിങ്ങളുടെ ഉദ്ദേശം തന്നെ ഇതാണ്. ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യത്തിൽ അനേകം ധർമ്മങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സത്യയുഗത്തിൽ ദേവതമാരുടെ തന്നെ രാജ്യമാണ് ഉണ്ടായിരിക്കുന്നത്. മനുഷ്യരുണ്ടായിരിക്കുന്നത് കലിയുഗത്തിലാണ്. അവരും മനുഷ്യർ തന്നെ, പക്ഷേ ദൈവിക ഗുണങ്ങളുള്ളവരാണ്. ഈ സമയം എല്ലാ മനുഷ്യരും ആസുരീയ ഗുണങ്ങളുള്ളവരാണ്. സത്യയുഗത്തിൽ കാമമാകുന്ന മഹാശത്രു ഉണ്ടായിരിക്കുന്നില്ല. ബാബ പറയുന്നു, ഈ കാമമാകുന്ന മഹാശത്രുവിനെ ജയിക്കുന്നതിലൂടെ നിങ്ങൾ ജഗത് ജീതാകും. അവിടെ രാവണൻ ഉണ്ടായിരിക്കുന്നില്ല. ഇതും മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ഗോൾഡൻ ഏജിൽ നിന്നും ഇറങ്ങി ഇറങ്ങി തമോ പ്രധാന ബുദ്ധി ആയിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും സദോ പ്രധാനമാകണം. അതിനു വേണ്ടി ലഭിക്കുന്ന ഒരേ ഒരു ഔഷധമാണ് ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ.
എങ്കിൽ ജന്മജന്മാന്തരങ്ങളിലെ പാപം ഭസ്മമാകും. നിങ്ങൾ പാപങ്ങൾ ഭസ്മമാക്കുവാനായി ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഭാവിയിൽ പാപം ചെയ്യുവാൻ പാടില്ല. ഇല്ലെങ്കിൽ അത് 100 മടങ്ങായി പോകും. വികാരത്തിൽ പോയി എങ്കിൽ 100 മടങ്ങ് ശിക്ഷയുണ്ടാകും. പിന്നെ അവർക്ക് കയറുന്നത് പ്രയാസമാകുന്നു. ആദ്യ നമ്പറിലെ ശത്രുവാണ് ഈ കാമം. 5 നിലയിൽ നിന്നും വീഴുകയാണെങ്കിൽ എല്ലുകൾ പൂർണ്ണമായും പൊട്ടിപ്പോകും. ഒരുപക്ഷെ മരിച്ചു പോവുകയും ചെയ്തേക്കാം. മുകളിൽ നിന്നും വീഴുന്നതിലൂടെ പൂർണ്ണമായും തവിട് പൊടിയാകുന്നു. ബാബയോടുള്ള പ്രതിജ്ഞ ലംഘിച്ച് മുഖം കറുപ്പിച്ചു എങ്കിൽ ആസുരീയ ലോകത്തിലേക്ക് പോയി ഇവിടെ നിന്നും മരിച്ചു. അവരെ ബ്രാഹ്മണർ എന്നല്ല ശൂദ്രൻ എന്ന് പറയും. ബാബ എത്ര സഹജമായി മനസ്സിലാക്കിച്ചു തരുന്നു. ആദ്യമായി ഈ ലഹരി ഉണ്ടായിരിക്കേണ്ടതാണ്. അഥവാ ശ്രീകൃഷ്ണ ഭഗവാൻ ഉവാച ആണെന്ന് തന്നെ വിചാരിക്കൂ. കൃഷ്ണനും തീർച്ചയായും പഠിപ്പിച്ച് തനിക്ക് സമാനമാക്കുമല്ലോ. പക്ഷേ ശ്രീകൃഷ്ണൻ ഭഗവാനാവുക സാധ്യമല്ല. കൃഷ്ണനാകട്ടെ പുനർജന്മത്തിൽ വരുന്നു. ബാബ പറയുന്നു, ഞാൻ തന്നെയാണ് പുനർജന്മരഹിതം. രാധാകൃഷ്ണൻ, ലക്ഷ്മി നാരായണൻ അഥവാ വിഷ്ണു ഒരേ കാര്യം തന്നെയാണ്. വിഷ്ണുവിന്റെ 2 രൂപമാണ് ലക്ഷ്മി നാരായണൻ. ലക്ഷ്മി നാരായണന്റെ തന്നെ കുട്ടിക്കാലമാണ് രാധാകൃഷ്ണൻ. ബ്രഹ്മാവിന്റെയും രഹസ്യം മനസ്സിലാക്കിച്ചു തന്നു. ബ്രഹ്മ സരസ്വതി തന്നെയാണ് ലക്ഷ്മി നാരായണൻ. ഇപ്പോൾ ട്രാൻസ്ഫർ ആകുന്നു. അന്തിമത്തിൽ ഇദ്ദേഹത്തിന് ബ്രഹ്മാവ് എന്ന പേര് വെച്ചിരിക്കുന്നു. ബാക്കി ഈ ബ്രഹ്മാവിനെ നോക്കൂ, പൂർണ്ണമായും അയൺ ഏജിൽ നിൽക്കുകയാണ്. ഇദ്ദേഹം പിന്നെ തപസ്യ ചെയ്ത് കൃഷ്ണൻ അഥവാ ശ്രീനാരായണൻ ആകുന്നു. വിഷ്ണു എന്ന് പറയുമ്പോൾ അതിൽ 2 പേരും വരുന്നു. ബ്രഹ്മാവിന്റെ പുത്രിയാണ് സരസ്വതി. ഈ കാര്യങ്ങൾ ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. 4 കൈകൾ ബ്രഹ്മാവിനും നൽകുന്നു. കാരണം പ്രവൃത്തി മാർഗമാണല്ലോ. നിവൃത്തി മാർഗത്തിലുള്ളവർക്ക് ഈ ജ്ഞാനം നൽകുവാൻ സാധിക്കില്ല. നമ്മൾ പ്രാചീന രാജയോഗം പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് വളരെ പേരെ പുറത്തു നിന്നും കുടുക്കി കൊണ്ടുവരുന്നു. ഇപ്പോൾ സന്യാസിമാർക്ക് രാജയോഗം പഠിപ്പിക്കുവാൻ സാധിക്കില്ല. ഇപ്പോൾ ഈശ്വരൻ വന്നിരിക്കുകയാണ്. ആ ഒന്നിന്റെ കുട്ടികളായ നിങ്ങൾ ഈശ്വരീയ സമ്പ്രദായത്തിലേതായിരിക്കുന്നു. ഈശ്വരൻ നിങ്ങളെ പഠിപ്പിക്കുവാൻ വന്നിരിക്കുന്നു. നിങ്ങളെ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒന്നാകട്ടെ നിരാകാരനാണ്. ബ്രഹ്മാവിലൂടെ നിങ്ങളെ സ്വന്തമാക്കി. ബാബ ബാബ എന്ന് നിങ്ങൾ ആ ഒന്നിനെ പറയുന്നു. ബ്രഹ്മാവാണെങ്കിൽ ഇടയിലുള്ള ഇന്റർപ്രറ്ററാണ്. ഭാഗ്യശാലി രഥമാണ്. ഇദ്ദേഹത്തിലൂടെ ബാബ നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങളും പതീതത്തിൽ നിന്നും പാവനമാകുന്നു. ബാബ പഠിപ്പിക്കുന്നത് മനുഷ്യനിൽ നിന്നും ദേവതയാക്കുവാനാണ്. ഇപ്പോഴാണെങ്കിൽ രാവണ രാജ്യമാണ്, ആസുരീയ സമ്പ്രദായമാണല്ലോ. ഇപ്പോൾ നിങ്ങൾ ഈശ്വരീയ സമ്പ്രദായമായിരിക്കുന്നു. പിന്നീട് ദൈവിക സമ്പ്രദായം ആയി മാറും. ഇപ്പോൾ നിങ്ങൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്, പാവനമായി കൊണ്ടിരിക്കുന്നു. സന്യാസിമാരാണെങ്കിൽ വീടും കുടുംബവും ഉപേക്ഷിച്ചു പോകുന്നു. ഇവിടെ ബാബ പറയുന്നു, സ്ത്രീ പുരുഷന്മാർ വീട്ടിൽ ഒരുമിച്ച് കഴിഞ്ഞുള്ളൂ. സ്ത്രീ നാഗിനിയാണ് എന്ന് മനസ്സിലാക്കരുത്. അതിനാൽ നമ്മൾ പ്രത്യേകമാകട്ടെ, അപ്പോൾ മുക്തമാകും എന്ന് മനസ്സിലാക്കരുത്. നിങ്ങൾ ഓടിപ്പോകുവാൻ പാടില്ല. ഓടുന്നത് പരിധിയുള്ള സന്യാസമാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് ഈ വികാരി ലോകത്തോട് വൈരാഗ്യമുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നല്ല രീതിയിൽ ധാരണ ചെയ്യണം, നോട്ട് ചെയ്യണം, പഥ്യവും വെക്കണം. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. ശ്രീകൃഷ്ണന്റെ ഗുണങ്ങൾ പാടി വരുന്നല്ലോ. ഇത് നിങ്ങളുടെ എയിം ഓബ്ജക്റ്റ് ആണ്.
ബാബ ആകുന്നില്ല, നിങ്ങളെ ആക്കി മാറ്റുന്നു. പിന്നെ പകുതി കൽപ്പത്തിനു ശേഷം നിങ്ങൾ താഴെ ഇറങ്ങുന്നു, തമോ പ്രധാനമാകുന്നു. ഞാൻ ആകുന്നില്ല, ഇദ്ദേഹമാകുന്നു. 84 ജന്മങ്ങളും ഇദ്ദേഹം എടുത്തിരിക്കുകയാണ്. ഇദ്ദേഹത്തിനും ഇപ്പോൾ സദോ പ്രധാനമാകണം. ഇദ്ദേഹം പുരുഷാർത്ഥിയാണ്. പുതിയ ലോകത്തെ സദോ പ്രധാനം എന്ന് പറയും. ഓരോ വസ്തുവും ആദ്യം സദോ പ്രധാനമാണ്, പിന്നെ സദോ, രജോ, തമോയിൽ വരുന്നു. ചെറിയ കുട്ടികളെയും മഹാത്മാവ് എന്ന് പറയുന്നു, കാരണം അവരിൽ വികാരങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. അതിനാൽ അവരെ പുഷ്പം എന്ന് പറയുന്നു. സന്യാസിമാരെക്കാൾ ചെറിയ കുട്ടികളെ ഉത്തമം എന്ന് പറയും, കാരണം സന്യാസിമാരാണെങ്കിൽ ജീവിതം കടന്നു വന്നിരിക്കുകയാണല്ലോ. 5 വികാരങ്ങളുടെയും അനുഭവമുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ അറിവുണ്ടായിരിക്കുന്നില്ല. അതിനാൽ കുട്ടികളെ കാണുമ്പോൾ സന്തോഷമുണ്ടാകുന്നു. ചൈതന്യ പുഷ്പങ്ങളാണ്. നമ്മുടേതാകട്ടെ പ്രവൃത്തി മാർഗമാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ഈ പഴയ ലോകത്തിൽ നിന്നും പുതിയ ലോകത്തിലേക്ക് പോകണം. അമര ലോകത്തിലേക്ക് പോകുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പുരുഷാർത്ഥം ചെയ്യുന്നു. മൃത്യു ലോകത്തിൽ നിന്നും ട്രാൻസ്ഫർ ആകുന്നു. ദേവതയാകണമെങ്കിൽ അതിനു വേണ്ടി ഇപ്പോൾ പ്രയത്നിക്കേണ്ടി വരും. പ്രജാപിത ബ്രഹ്മാവിന്റെ കുട്ടികൾ സഹോദരി സഹോദരന്മാരാകുന്നു. സഹോദരനും സഹോദരിയും ആയിരുന്നല്ലോ. പ്രജാപിത ബ്രഹ്മാവിന്റെ സന്താനങ്ങൾ പരസ്പരം ആരാണ്? പ്രജാപിത ബ്രഹ്മ എന്ന് പാടപ്പെടുന്നു. പ്രജാപിതാവിന്റെ കുട്ടികൾ ആകാത്തതുവരെയും സൃഷ്ടിയുടെ രചന എങ്ങനെ ഉണ്ടാകും? എല്ലാവരും പ്രജാപിത ബ്രഹ്മാവിന്റെ ആത്മീയ കുട്ടികളാണ്. ആ ബ്രാഹ്മണർ ശാരീരിക യാത്രക്കാരാണ്. നിങ്ങൾ ആത്മീയ യാത്രക്കാരാണ്. അവർ പതിതം, നിങ്ങൾ പാവനം. അവർ പ്രജാപിതാവിന്റെ സന്താനങ്ങളല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. സഹോദരി സഹോദരന്മാരാണ് എന്ന് മനസ്സിലാക്കിയിരിക്കെ വികാരത്തിലേക്ക് പോകരുത്. ബാബയും പറയുന്നു, ജാഗ്രതയോടെ ഇരിക്കണം. എൻ്റെ കുട്ടിയായ ശേഷം ഏതെങ്കിലും ക്രിമിനൽ കാര്യം ചെയ്യരുത്, ഇല്ലെങ്കിൽ കല്ല് ബുദ്ധിയായി പോകും. ഇന്ദ്രസദസ്സിന്റെ കഥയുമുണ്ട്. ശൂദ്രനെ കൊണ്ടുവന്നു. അപ്പോൾ ഇന്ദ്രസദസ്സിൽ അയാളുടെ ദുർഗന്ധം വരാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു, പതീതനെ ഇവിടേക്ക് എന്തിനു കൊണ്ടുവന്നു? പിന്നെ അയാൾക്ക് ശാപം കൊടുത്തു. വാസ്തവത്തിൽ ഈ സഭയിലും പതീതമായ ആർക്കെങ്കിലും വരാൻ സാധിക്കില്ല. ബാബയ്ക്ക് അറിയാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഇവർ തൻ്റെ തന്നെ നഷ്ടം വരുത്തുന്നു. 100 മടങ്ങ് ശിക്ഷയും ഉണ്ടാകുന്നു. പതീതരെ അലൗ ചെയ്യുന്നില്ല. അവർക്ക് വേണ്ടി വിസിറ്റിംഗ് റൂം വരെ കുഴപ്പമില്ല. എപ്പോഴാണോ പാവനമാകുന്നതിൻ്റെ ഗ്യാരണ്ടി ചെയ്യുന്നത്, ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നത്, അപ്പോൾ അലൗ ചെയ്യാം. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നതിൽ സമയമെടുക്കുന്നു. പാവനമാകുന്നതിൻ്റെ ഒരേ ഒരു പ്രതിജ്ഞയാണുള്ളത്. ദേവതമാരുടെയും പരമാത്മാവിൻ്റെയും മഹിമ വേറെ വേറെയാണ് എന്നതും മനസ്സിലാക്കിച്ചു തന്നു. പതീത പാവനൻ, ലിബറേറ്റർ, ഗൈഡ് ബാബ തന്നെയാണ്. സർവ ദുഃഖങ്ങളിൽ നിന്നും ലിബറേറ്റ് ചെയ്ത് തൻ്റെ ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. ശാന്തിധാമം, സുഖധാമം, ദുഃഖധാമം, ഇതും ചക്രമാണ്. ഇപ്പോൾ ദുഃഖധാമത്തെ മറക്കണം. ആരാണോ നമ്പർ വാറായി പാസ്സാകുന്നത്, അവർ ശാന്തിധാമത്തിൽ നിന്നും സുഖധാമത്തിലേക്ക് വരും. അവർ തന്നെ വന്നുകൊണ്ടിരിക്കും. ഈ ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അനേകം ആത്മാക്കളുണ്ട്. എല്ലാവരുടെയും പാർട്ട് നമ്പർ വാറാണ്. പോകുന്നതും നമ്പർ വാറാണ്. അതിനെ ശിവ് ബാബയുടെ വംശാവലി അഥവാ രുദ്രമാല എന്ന് പറയുന്നു. നമ്പർ വാറായി പോകുന്നു.
പിന്നെ നമ്പർ വാറായി വരുന്നു. മറ്റ് ധർമ്മത്തിലുള്ളവരുടേതും ഇങ്ങനെയായിരിക്കുന്നു. കുട്ടികൾക്ക് ദിവസവും മനസ്സിലാക്കിച്ചു തരുന്നു. സ്കൂളിൽ ദിവസേന പഠിക്കുകയില്ല, മുരളി കേൾക്കുകയില്ല എങ്കിൽ പിന്നെ ആബ്സെന്റ് ആയി പോകും. പഠനത്തിന്റെ ലിഫ്റ്റും തീർച്ചയായും ആവശ്യമാണ്. ഗോഡ്ലി യൂണിവേഴ്സിറ്റിയിൽ ആബ്സെന്റ് ആകുവാൻ പാടില്ല. പഠനം എത്ര ഉയർന്നതാണ്! അതിലൂടെ നിങ്ങൾ സുഖധാമത്തിന്റെ അധികാരിയാകുന്നു. അവിടെയാണെങ്കിൽ ധാന്യങ്ങളും എല്ലാം ഫ്രീ ആയിരിക്കും, പൈസ വേണ്ടി വരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ എത്ര വില കൂടുതലാണ്! 100 വർഷത്തിനുള്ളിൽ എത്ര വിലക്കയറ്റമുണ്ടായി! ഏതെങ്കിലും വസ്തുവിന്റെ ബുദ്ധിമുട്ട് വരുവാനായി അവിടെ അപ്രാപ്തമായ ഒരു വസ്തുവും ഉണ്ടായിരിക്കുന്നില്ല. അത് സുഖധാമമാണ്. നിങ്ങൾ ഇപ്പോൾ അവിടേക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ബെഗർ ടു പ്രിൻസ് ആകുന്നു. ധനികർ സ്വയം ബെഗറാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ശരി, മധുരമധുരമായ സിക്കിലത്തെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സമ്പൂർണ്ണ പാവനമാകുന്നതിൻ്റെ ഏതൊരു പ്രതിജ്ഞയാണോ ബാബയോട് ചെയ്തത് അത് ലംഘിക്കരുത്. വളരെ വളരെ പഥ്യം വയ്ക്കണം. തൻ്റെ ചാർട്ട് നോക്കണം. നമ്മളിൽ ഏതെങ്കിലും അവഗുണമില്ലല്ലോ. ഗോഡ്ലി യൂണിവേഴ്സിറ്റിയിൽ ഒരിക്കലും ആബ്സെന്റ് ആകരുത്. സുഖധാമത്തിന്റെ അധികാരിയാകുന്നതിൻ്റെ ഉയർന്ന പഠനം ഒരു ദിവസം പോലും മിസ് ചെയ്യരുത്. മുരളി ദിവസവും തീർച്ചയായും കേൾക്കണം. വരദാനം: ഓരോ സെക്കൻഡിൻ്റെയും ഓരോ സങ്കല്പത്തിൻ്റെയും മഹത്വത്തെ അറിഞ്ഞ് പുണ്യത്തിൻ്റെ മൂലധനം ശേഖരിക്കുന്ന പരമാപദമ്പതിയായി ഭവിക്കട്ടെ. പുണ്യ ആത്മാക്കളായ താങ്കളുടെ സങ്കല്പത്തിൽ ഇത്രയും വിശേഷ ശക്തിയുണ്ട്. ആ ശക്തിയിലൂടെ അസംഭവ്യത്തെ സംഭവ്യമാക്കുവാൻ സാധിക്കും. ഏതുപോലെ ഇക്കാലത്ത് യന്ത്രങ്ങളിലൂടെ മരുഭൂമിയെ പച്ചപ്പുള്ളതാക്കി മാറ്റുന്നു, പർവ്വതങ്ങളിൽ പൂക്കൾ വിരിയിക്കുന്നു. ഇതേപോലെ താങ്കൾക്ക് തൻ്റെ ശ്രേഷ്ഠ സങ്കല്പങ്ങളിലൂടെ പ്രതീക്ഷയറ്റവരെയും പ്രതീക്ഷ ഉള്ളവരാക്കി മാറ്റുവാൻ സാധിക്കും. കേവലം ഓരോ സെക്കൻഡിൻ്റെയും ഓരോ സങ്കല്പത്തിൻ്റെയും വാല്യൂ അറിഞ്ഞ് സങ്കല്പത്തെയും സെക്കൻഡിനെയും യൂസ് ചെയ്ത് പുണ്യത്തിൻ്റെ മൂലധനം ശേഖരിക്കൂ. താങ്കളുടെ സങ്കല്പത്തിൻ്റെ ശക്തി ഇത്രയും ശ്രേഷ്ഠമാണ്. ഒരു സങ്കല്പം പോലും പദമാപദംപതി ആക്കി മാറ്റുന്നു. സ്ലോഗൻ: ഓരോ കർമ്മവും അധികാരത്തിൻ്റെ നിശ്ചയത്തോടെയും ലഹരിയോടെയും ചെയ്യൂ. അപ്പോൾ പ്രയത്നം സമാപ്തമാകും. അവ്യക്ത സൂചന: ഇപ്പോൾ സമ്പന്നവും കർമാതീതവും ആകുന്നതിൻ്റെ ഈണം മുഴക്കൂ. കർമാതീത സ്ഥിതി നേടുന്നതിനായി വിശേഷിച്ച് സ്വയം തന്നിൽ വിസ്താരത്തെ ഒതുക്കുന്നതിൻ്റെയും ഉൾക്കൊള്ളുന്നതിൻ്റെയും ശക്തി ധാരണ ചെയ്യേണ്ടത് ആവശ്യമാണ്. കർമ്മബന്ധനമുള്ള ആത്മാക്കൾക്ക് അവർ എവിടെയാണോ ഉള്ളത് അവിടെ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ. കർമാതീത ആത്മാക്കൾക്ക് ഒരേ സമയത്ത് 4 ഭാഗത്തും തൻ്റെ സേവനത്തിൻ്റെ പാർട്ട് അഭിനയിക്കുവാൻ സാധിക്കും. കാരണം കർമാതീതമാണ്. അതിൻ്റെ സ്പീഡ് വളരെ തീവ്രമാണ്. സെക്കൻഡിൽ എവിടെ ആഗ്രഹിക്കുന്നുവോ അവിടെ എത്തിച്ചേരുവാൻ സാധിക്കും. അപ്പോൾ ഈ അനുഭൂതിയെ വർദ്ധിപ്പിക്കൂ. ഓം ശാന്തി. സാകാര സ്മൃതികൾക്ക് ഉപരിയായി ഞാൻ എൻ്റെ വാസ്തവിക സ്വരൂപത്തിൽ
സ്ഥിതി ചെയ്യുന്നു. ഭൃഗുടി മധ്യത്തിൽ തിളങ്ങുന്ന നിരാകാരി ആത്മസ്വരൂപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എൻ്റെ ഈ അനാദി വാസ്തവിക സ്വരൂപത്തിൽ ശാന്തിയുടെ ശക്തി നിറഞ്ഞിരിക്കുന്നു. ഈ സ്ഥിതിയിൽ ഞാൻ ശക്തി സമ്പന്നമാണ്. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും കിരണങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഇപ്പോൾ ഞാൻ സ്മൃതിയുടെ ശക്തിയാൽ ശബ്ദത്തിൻ്റെ ലോകത്തു നിന്നും മാറി നിരാകാരി ദേശ നിവാസിയാകുന്നു. ഈ നിരാകാരി ദേശത്തിൽ നിരാകാരനായ ജ്ഞാന സൂര്യനായ ശിവബാബയുടെ തേജസ്വി സ്വരൂപത്തിനു മുന്നിൽ സ്ഥിതി ചെയ്യുന്നു. മഹാജ്യോതിയായ ജ്ഞാന സൂര്യനിൽ നിന്നും ശക്തികളുടെ കിരണങ്ങൾ എന്നിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കിരണങ്ങൾ എന്നിൽ ഉൾക്കൊള്ളപ്പെടുമ്പോൾ ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ സർവഗുണങ്ങളും ശക്തികളും സ്വതവേ എമർജ് രൂപത്തിൽ ആകുന്നു. ഈ ശക്തിശാലി നിരാകാരി സ്ഥിതിയിൽ ഞാൻ നിർഭയമാണ്, നിർവികൽപ്പമാണ്. ലൈറ്റ് ഹൗസ്, പവർ ഹൗസ് സ്വരൂപമാണ്. ഈ അവസ്ഥയിൽ എൻ്റെ മനസ്സും ബുദ്ധിയും സ്വച്ഛവും സ്പഷ്ടവുമാണ്. മായയുടെ സൂക്ഷ്മ റോയൽ വിഘ്നങ്ങളെ പോലും തിരിച്ചറിഞ്ഞ് അവയെ സമാപ്തമാക്കാനുള്ള ശക്തി എനിക്കുണ്ട്. ജ്ഞാന സൂര്യൻ്റെ പ്രകാശ കിരണങ്ങൾ എൻ്റെ ചിത്തത്തെ പ്രകാശമാനമാക്കുന്നു. ജ്ഞാനം മാസ്റ്റർ ജ്ഞാന സൂര്യനായി മാറുന്നു. ഈ സമ്പന്ന സ്ഥിതി പ്രാപ്തമാക്കി ശബ്ദത്തിൻ്റെ ലോകത്തിൽ സാകാര ദേഹത്തിൽ സ്മൃതി സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു.
ഓം ശാന്തി.